ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആളുകൾ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ്, നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇമെയിലിലേക്ക് OTP വരുന്നില്ല, അല്ലെങ്കിൽ ഇൻവാലിഡ് OTP എന്ന് കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന മെയിൽ ID കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് OTP ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ മെയിലിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ട് നമ്മുടെ മെയിൽ ഫുള്ളാണോ, നമ്മൾക്ക് അടുത്തൊരു ഇമെയിലിന് വരാനുള്ള സ്ഥലമുണ്ടോ, അതുകൊണ്ടാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള മെയിൽ ID കൊടുക്കുന്നത്, എങ്ങനെ നമ്മളത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ M എന്നുള്ള ഈ ഒരു ലോഗോ കാണുന്നതാണ് നമ്മുടെ ജിമെയിൽ. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്താണോ നമ്മുടെ പേര്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ജിമെയിൽ ID ഉണ്ടോ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്കിപ്പോൾ ഇവിടെ 2 ജിമെയിൽ ID ഉണ്ട്. അത് രണ്ടുമാണ് കാണിക്കുന്നത്. അത് തെറ്റാതെ ക്യാപിറ്റലും സ്മോളും മാറിക്കൊടുക്കാതെ നമ്മൾ കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമെയിലിലേക്ക് OTP വരുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെറ്ററാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് തെറ്റുകൂടാതെ കൊടുക്കാം. പിന്നെ നമുക്ക് ഇമെയിലിലേക്ക് OTP വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് റീസെൻറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈമിലുള്ള മെസ്സേജ് നമ്മൾ നോക്കി കൊടുത്താൽ മതി. നമ്മുടെ ഇമെയിലിൽ തന്നെ ഏറ്റവും മുകളിൽ സെർച്ച് ഇൻ ഇമെയിൽസ് ഉണ്ടാകും. ജസ്റ്റ് അതിലൊന്ന് ടാസ്ക് മന്ത്ര എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടാസ്ക് മന്ത്ര എന്നുള്ള വല്ല മെയിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇൻകം കിട്ടുന്ന സമയത്ത് മെയിലിൽ വരുന്ന മെസ്സേജാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ OTP വന്നിട്ടുണ്ടെങ്കിൽ ടാസ്ക് മന്ത്രയിൽ നിന്നുള്ള ആ ഒരു OTP നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ടൈം നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു 5 മണിക്കാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 5 മണിക്ക് നമ്മൾ OTP കൊടുത്തു, അത് വന്ന് കാണും. നമ്മളിതുപോലെ നോക്കിയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞു ഒരു 5:05 നമ്മൾ നോക്കുന്ന സമയത്ത് 5 മണിയുടെ OTP എടുത്ത് കൊടുത്താൽ അത് നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ ടൈമും നോക്കി കറക്റ്റായി മെയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിലിൽ OTP വരും. പിന്നെ നമ്മുടെ മെയിൽ ഫുള്ളാണോ, നമ്മുടെ മെസ്സേജ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾ ഇൻബോക്സ് ഇവിടെ കാണിക്കും കേട്ടോ. ഓൾ ഇൻബോക്സ്, അതിലാണ് നമുക്കിങ്ങനെ മെസ്സേജസ് കാണുന്നത്. അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്കിവിടെ സ്പാം എന്നുള്ളൊരു സ്ഥലത്തും നമ്മുടെ OTP ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് ടാസ്ക് മന്ത്ര എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന മെയിൽ ID കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എവിടെ ആയാലും OTP കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ സ്മോൾ ഒന്നും മാറാതെ മെയിൽ ID കൊടുക്കുക. കറക്റ്റ് ടൈമിനുള്ള മെയിൽ ID കൊടുക്കാം. ഓൾ ഇൻബോക്സിൽ നോക്കിയാൽ മതി, ടാസ്ക് മന്ത്ര എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്പാമിൽ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ട്രൈ ചെയ്യുന്ന സമയത്ത് ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.